ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ ഉയർന്ന പ്രതിഷേധത്തിൽ വിയർത്ത് ബി.ജെ.പി. പാർട്ടിയും സംഘപരിവാർ സംഘടനകളും വ്യത്യസ്ത നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തതെന്നും കേരള ബി.ജെ.പിയെ അസ്വസ്ഥമാക്കുന്നു. അമിത്ഷായുടെ ഇടപെടലിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയാൽ ഏറ്റവും ആശ്വാസം കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിനായിരിക്കും. എങ്കിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ബി.ജെ.പിക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. കന്യാസ്ത്രീകൾക്ക് മേൽ ചുമത്തിയ നിർബന്ധിത മതപരിവർത്തന കുറ്റം അടിസ്ഥാനരഹിതമാണെന്ന നിലപാടായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ബുധനാഴ്ച സ്വീകരിച്ചത്. എന്നാൽ ഛത്തീസ്ഗഡിലും മറ്റും നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഗൗരവമുള്ള വിഷയങ്ങളായതിനാലാണ് അവ നിരോധിക്കുന്ന കർശന നിയമമുള്ളതെന്നാണ് വ്യാഴാഴ്ച അദ്ദേഹം പറഞ്ഞത്. ചില ഓർമ്മപ്പെടുത്തലുണ്ടെന്ന് പറഞ്ഞ് മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനും വ്യത്യസ്ത നിലപാടെടുത്തു. ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനം ആരു നടത്തിയാലും എതിർക്കുമെന്നും അന്വേഷണം പൂർത്തിയാക്കുന്നതിനു മുൻപ് കുറ്റാരോപിതരെ നിരപരാധികളായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇരകളോടുള്ള അനീതിയാണെന്നും ഹിന്ദു ഐക്യവേദി തുറന്നടിച്ചു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരിൽ സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടാതെ മാറി നിന്നപ്പോൾ ജോർജ് കുര്യൻ ഛത്തീസ്ഗഡ് സർക്കാരല്ല കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്നും യാത്രക്കിടെ ടിക്കറ്റ് ചെക്കർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് ഇടപെട്ടതാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നടപടികൾ പൂർത്തിയാക്കാതെയാണ് ജാമ്യാപേക്ഷ നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിൽ കത്തോലിക്ക സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ ബി.ജെ.പി. നീക്കം തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യാഴാഴ്ച വൈകിട്ട് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലുള്ള സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി സഭാതലവൻ മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. കന്യാസ്ത്രീകൾക്ക് 2 ദിവസത്തിനകം ജാമ്യം ലഭിക്കുമെന്നും വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇടപെട്ടിട്ടുണ്ടെന്നും സഭാ നേതാക്കളെ അറിയിച്ചു. പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ വ്യാഴാഴ്ച രാത്രി 8:45 കാക്കനാട് എത്തിയത്. കന്യാസ്ത്രീകൾ കേസിൽപ്പെട്ടപ്പോൾ ചില രാഷ്ട്രീയ സംഘടനകൾ അവിടെയെത്തി രാഷ്ട്രീയ നാടകം കളിച്ച് വിവാദമാക്കിയെന്ന് സഭാപിതാക്കന്മാരുമായുള്ള ചർച്ചയ്ക്ക് മുൻപ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് ബി.ജെ.പി. ഇടപെടുന്നുണ്ടെന്നും വിവാദമാക്കരുതെന്നും വിവിധ കക്ഷി നേതാക്കളെ അറിയിച്ചിരുന്നതാണെന്നും ജയിലിലായ കന്യാസ്ത്രീകൾക്ക് 2 ദിവസത്തിനകം ജാമ്യം കിട്ടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.